ഞാൻ വന്നിട്ടുള്ളത് ചൂടത്ത് റീഫ്രഷ് ആവാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും കുലുക്കി സർബത്ത് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് കുലുക്കി സർബത്ത് വാങ്ങി കുടിക്കാറുള്ളത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കാം. കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കസ്കസാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണമെന്നില്ല, കുറച്ച് കസ്കസ് ആയാലും മതി, 1-2 ടീസ്പൂൺ ആയാലും മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ കസ്കസ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കുലുക്കി സർബത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ കസ്കസ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി പൈനാപ്പിൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആദ്യം ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, ഒന്ന് നന്നായിട്ട് അരച്ചതിന് ശേഷമാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിളിന് പകരം ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് കുലുക്കി സർബത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള കുലുക്കി സർബത്തും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയാം. അപ്പോൾ ഞാനിപ്പോൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതുപോലൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്ലാസ് എൻ്റെ കയ്യിലില്ല. ഗ്ലാസ് ഉണ്ട്, പക്ഷേ അതിന് അതുപോലെ മൂടിയിട്ട് നമ്മളിങ്ങനെ കുലുക്കിയെടുക്കുമല്ലോ, അങ്ങനെയുള്ളതില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ വാട്ടർ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പാനിയാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ 2 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പകുതി നാരങ്ങ നീര് നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ ജ്യൂസാണ്, അതും പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസ് ആദ്യം ഉണ്ടാക്കും, പിന്നെ മറ്റേ ഗ്ലാസ് പിന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ കുലുക്കി സർബത്ത് വാങ്ങി കുടിക്കുമ്പോൾ അവർ ക്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുലുക്കി സർബത്ത് ഉണ്ടാക്കുക. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുലുക്കി സർബത്ത് ക്രഷ് കൊണ്ട് ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് എന്ന്. അത് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട്സിനേക്കാളും കുറച്ചും കൂടി ക്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് കൂടുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച്. പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിലും ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരെണ്ണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കീറുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പച്ചമുളക് ഇതുപോലെയാണ് കീറിയിട്ടുള്ളത്. ഇനി പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ കുലുക്കിയെടുക്കാം കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, എളുപ്പമാണല്ലോ ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുലുക്കിയെടുക്കണം കേട്ടോ. എത്രത്തോളം കുലുക്കുന്നു അത്രത്തോളം നമ്മുടെ കുലുക്കി സർബത്തിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിതിവിടെ കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ പൈനാപ്പിൾ കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നമ്മൾ ബോട്ടിലായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചപ്പോൾ ചാടിയിട്ടില്ല, പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണല്ലോ കുലുക്കി സർബത്ത്, കുടിച്ചവർക്ക് അറിയാം. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഇനി ഈ ചൂടത്തൊക്കെ കുലുക്കി സർബത്ത് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.